നമസ്കാരം. ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളടക്കം നല്ലൊരു ശതമാനം പേരും വീടോ അപ്പാർട്ട്മെന്റോ വാടകയ്ക്കെടുത്തായിരിക്കും താമസിക്കുന്നത്. വീട്ടുവാടക അനുസരിച്ചായിരിക്കും മിക്കവരും ഓരോ മാസത്തെ ജീവിത ചെലവുകൾ ക്രമീകരിക്കുന്നത്. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് മികച്ച താമസ സൗകര്യം ലഭിക്കുക എന്നത്. ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളോടെയുള്ള ഒരു താമസ സ്ഥലത്തിന് പലപ്പോഴും നൽകേണ്ടി വരുന്നത് ഉയർന്ന വാടകയാണ്. ഇതേ ചൊല്ലി താമസക്കാരും കെട്ടിട ഉടമകളും തമ്മിലുള്ള തർക്കം വിവിധ മേഖലകളിൽ സ്ഥിരം കാഴ്ചയാണ്. ഈ സാഹചര്യം നേരിടാത്ത പ്രവാസികളുടെ എണ്ണം കുറവാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനമാണ് ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. കെട്ടിട ഉടമകളും വാടകക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് വാടക സൂചിക ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഷാർജ ഭരണകൂടം. ഷാർജ എമിറേറ്റിലെ ഓരോ പ്രദേശത്തിന്റെയും വാടക നിലവാരം ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിലാണ് റെന്റൽ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇതുവഴി വാടകയുമായി ബന്ധപ്പെട്ട കെട്ടിട ഉടമയും താമസക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനാകും. പ്രവാസികൾക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനുവരി 22 മുതൽ 25 വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ സൂചിക പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അനിയന്ത്രിതമായി വാടക വർദ്ധിപ്പിക്കുന്നതിന് തടയിടാനാകും ഇതിലൂടെ. ഓരോ പ്രദേശത്തിന്റെയും പ്രാധാന്യവും വിപണി നിലവാരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും വാടകയുടെ ഉയർന്ന പരിധി നിശ്ചയിക്കുക. പുതിയ തീരുമാനത്തിലൂടെ വാടക സൂചിക റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ സുതാര്യതയും നിക്ഷേപകരിൽ കൂടുതൽ ആത്മവിശ്വാസവും ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഷാർജ റിയൽ എസ്റ്റേറ്റ് വകുപ്പിന്റെ സഹകരണത്തോടെ ഷാർജ ഡിജിറ്റലാണ് സൂചിക തയ്യാറാക്കുന്നത്. നേരത്തെ ദുബായ്, അബുദാബി എമിറേറ്റുകളിൽ വാടക സൂചിക പുറത്തിറക്കിയിരുന്നു. നിലവിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് സൂചിക ബാധകമാകുന്നത്. ഭാവിയിൽ വാണിജ്യ കെട്ടിടങ്ങൾ കൂടി ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം വാടക കരാറുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ വന്നിരുന്നു. അതിൽ ആദ്യത്തേത് എമിറേറ്റിലെ വാടക കരാറുകൾ പുറത്തിറങ്ങി 15 ദിവസത്തിനകം അംഗീകരിക്കാൻ ഭൂവുടമകൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതായിരുന്നു. നിശ്ചിത സമയത്തിനകം ഭൂവുടമകൾ വാടക കരാറുകൾ അംഗീകരിച്ചില്ലെങ്കിൽ താമസക്കാർക്ക് കോടതിയെ സമീപിക്കാം. വിഷയത്തിൽ വാടക കരാറുകൾ അംഗീകരിക്കണമെന്ന് ഭൂവുടമയോട് ജഡ്ജിക്ക് ആവശ്യപ്പെടാനും നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. താമസം, വാണിജ്യം, വ്യവസായം, പ്രൊഫഷണൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് നൽകുന്ന എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഈ നിയമവ്യവസ്ഥ ബാധകമാണ്. ഇനി രണ്ടാമത്തേതിലേക്ക് വന്നാൽ, എമിറേറ്റിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും 5 ചതുരശ്ര മീറ്ററിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ അനുമതി നൽകുന്നു എന്നതായിരുന്നു. ഈ അളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കഴിയുകയാണെങ്കിൽ അത് അമിത നിരക്കായി കണക്കാക്കപ്പെടും. ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോഡ് പ്രകാരം താമസത്തിനോ പങ്കിട്ടുറങ്ങുന്നതിനുള്ള ഇടങ്ങൾ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്നത് 5.0 ചതുരശ്ര മീറ്ററാണ്. തൊഴിലിടങ്ങളിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഇടം 3.7 ചതുരശ്ര മീറ്റർ ആണെന്ന് ദുബായ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഉടമയുടെ സമ്മതമില്ലാതെ വാടകയ്ക്കെടുത്ത കെട്ടിടം പങ്കിടുന്നത് വാടക നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയ്ക്ക് പുറമെ വാടക കരാറുകൾ അവസാനിപ്പിക്കാൻ ഭൂവുടമയ്ക്ക് അവകാശമുണ്ടെന്നും പറയുന്നുണ്ട്. റീറ്റെയിൽ മാളുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സ്റ്റോറേജ് സൗകര്യങ്ങൾ, ഫാക്ടറികൾ തുടങ്ങി മറ്റ് റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾക്ക് പരമാവധി ശേഷി നിഷ്കർഷിക്കുന്ന സമാന നിയമങ്ങളും ദുബായിലുണ്ട്. ലബോറട്ടറികളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഒരു വ്യക്തിക്ക് 4.6 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.